ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ വിലൻ ഊദ് എന്ന പെർഫ്യൂം പരിചയപ്പെടുത്താം. ഇതും മുമ്പ് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ ഇതിൽ 4 പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ 3 ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് വണ്ണാണ് വിലൻ ഊദ് എന്നുള്ളത്. ഇതിൽ വിലൻ സ്നേക്ക് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പെർഫ്യൂമിന് എന്തോ സംഭവിച്ചു എന്നുള്ളത്. അതേപോലത്തെ ഒരു പ്രശ്നം ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇതൊരു ക്ലീൻ ആയിട്ടുള്ള പെർഫ്യൂമായിരുന്നു. ഒരു വർഷം ഷെൽഫിൽ വെച്ച് എടുത്തപ്പോൾ ഇതിനെന്തൊക്കെയോ സംഭവിച്ച് ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒന്ന് കളർ മാറി, ഇതിപ്പോൾ ഒരു കഞ്ഞിവെള്ളം പോലെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ സ്നേക്കിൽ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ ചില ജെല്ലൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചതാണെന്ന് അറിഞ്ഞൂടാ. ഞാനത് 1 ഇയർ ഷെൽഫിൽ വെച്ചിട്ട് പുറത്തെടുത്ത സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് മേ ബി അവർ മാനുഫാക്ചർ ചെയ്തോടത്തുള്ള എന്തെങ്കിലും ഡിഫക്ട്സ് ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് നോക്കാം. ഇത് വിലൻ പെർഫ്യൂംസിൽ അത്യാവശ്യം നിൽക്കുന്നൊരു പെർഫ്യൂമാണ് കേട്ടോ. നല്ല ഫ്രാഗ്രൻസാണ് ഇത്. ഞാൻ പൊതുവേ ഊത് പെർഫ്യൂംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷേ ഇതെനിക്ക് പറയാനുള്ളത്, ഇത് നല്ല ഫ്രാഗ്രൻസ്. ഇതൊക്കെ ഞാൻ കുറച്ച് മുമ്പേ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. ഇതിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ ഓപ്പണിങ്ങിൽ ഇത്തിരി ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അത് അത്ര വിസിബിളൊന്നുമല്ല. പക്ഷേ ഇതൊരു എന്താ പറയുക, കുറച്ച് ലൗഡറായിട്ടുള്ള ഒരു പാർട്ടി പെർഫ്യൂമാണ്. അപ്പോൾ ഇതൊരു ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇതിൽ ഓപ്പണിങ്ങിൽ ചെറിയൊരു ഫ്രഷ്നെസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസും വരും. ഒരു എന്താ പറയുക, നമ്മൾ ഈ ചില ഊത് പെർഫ്യൂംസിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, ഒരു വനില സ്വീറ്റ്നെസ്, അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല പുകഞ്ഞ സ്മെല്ലുണ്ട്. ആ പുകഞ്ഞ സ്മെല്ല് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇൻസെൻസിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, പിന്നെ ഒന്ന് ആംബറിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, പിന്നെ ഒന്ന് ഊതിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്. ഈ 3 സാധനങ്ങളും കൂടി ചേർന്നുള്ള, അതായത് നല്ല കത്തിക്കരിഞ്ഞ 3 വൂഡി ആംബർ ഫ്രാഗ്രൻസ് ചേർന്നാൽ കിട്ടുന്ന ഒരു ബീസ്റ്റ് പെർഫ്യൂമാണ് ഈ വിലൻ ഊത് എന്നുള്ളത്. നല്ല സ്ട്രോങ്ങറാണ്, നല്ല ഫ്രാഗ്രൻസുമാണ്. നമ്മുടെ അംവാജ് ഇൻ്റർലൂഡൊക്കെ ഉണ്ടല്ലോ, അതിനായിട്ടൊക്കെ തട്ടിച്ച് പറയാൻ പറ്റിയ പോലത്തെ ആ ഒരു സ്ട്രോങ്ങർ ഫ്രാഗ്രൻസ് തരുന്ന പെർഫ്യൂമാണിത്. പിന്നെ ഇത് അത്യാവശ്യം നിൽക്കുന്നുണ്ട്. വില്ലന് നമ്മളെല്ലതും 45 മിനിറ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ട് 1.5 മണിക്കൂർ കൊണ്ട് എന്താ പറയുക ഡിസപ്പിയർ ആവുന്ന കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് നമുക്കൊരു 2.5 to 3 hours വരെയൊക്കെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് അതൊരു 7 to 8 hours വരെ അതിൻ്റെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഡ്രസ്സിലാണെങ്കിൽ നിൽക്കും, ബോഡിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 hours വരെയൊക്കെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഏത് ഒക്കേഷൻസിലേക്കാണെന്ന് ചോദിച്ചാൽ, ഡെഫിനറ്റ്ലി ഒരു പാർട്ടി പെർഫ്യൂം അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കേഷൻസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം, അങ്ങനെയാണ് നമുക്കിത് പറയാൻ പറ്റുക. അപ്പോൾ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് പ്ലീസിങ് ആണ്. ഡാർക്ക് സ്മെല്ലാണെന്ന് കരുതി ഒരു ബോർ ഫ്രാഗ്രൻസ് അല്ല, നല്ല പ്ലീസിങ് ആണ്. ഇത് സിമിലറായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർലൂഡിൻ്റെ ഫ്രാഗ്രൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഊതുവുഡിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് ആൻഡ് വൂഡി ഫ്രാഗ്രൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെർസൈഡീസ് ബെൻസിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതെൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പേര് സെലക്റ്റ് ആണെന്ന് തോന്നുന്നു, പേര് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ മെർസൈഡീസ് ബെൻസിൻ്റെ ആ ഒരു വനില ആംബർ സ്മെല്ല് വരുന്ന ഒരു പെർഫ്യൂമുണ്ട്. അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറിലുള്ള മെർസൈഡീസ് ബെൻസ്, അപ്പോൾ അതിൻ്റെ ഫ്രാഗ്രൻസും ഇതിൽ വരുന്നുണ്ട്. അതായത് അങ്ങനത്തൊക്കെ ഒരു പാർട്ടി വൈബിലേക്ക് പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. റിയലി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് വർത്തായിരിക്കും. കാരണം അത് ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്, മാത്രമല്ല നല്ല ഫ്രാഗ്രൻസുമാണ്. ഡാർക്ക് സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയതാണ്. അത്യാവശ്യം ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. പിന്നെ പ്രൈസ് ഇതിൻ്റെ വലിയ ബോട്ടിലിന് ഒരു 700 റേഞ്ചിലൊക്കെ പ്രൈസ് ഉണ്ട്. പക്ഷേ പ്രൈസ് കുറയുന്ന ടൈം നോക്കിയിട്ട് വാങ്ങിച്ചോളൂ. കാരണം ഇത്തരം പ്രോഡക്റ്റ്സ് ഇവരെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ അതാണ്. യൂഷ്വലി ഇതിന് വളരെ പ്രൈസ് കുറച്ചിട്ട് ഇവർ കൊണ്ടുവരും. എന്നിട്ട് വല്ല സെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബൾക്കായിട്ട് സെയിൽ ചെയ്യാന്നുള്ള പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ പൊതുവേ പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് അതാണ്. ഞാൻ എന്നും സെർച്ച് ചെയ്യും. ഓരോ സൈറ്റിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക, എവിടെ എപ്പോൾ പ്രൈസ് കുറയുന്നു, എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നുള്ളത്. ആ ഓഫർ കണ്ടാൽ അപ്പം പിടിക്കും സാധനത്തിന്. അപ്പോൾ അതേപോലെ ഓഫർ നോക്കിയിട്ട് എടുത്തോളൂ, അല്ലാതെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ബോക്സും ഒരു ബോട്ടിലും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം അതർ വില്ലൻ പെർഫ്യൂംസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഒത്തിരി വ്യത്യാസമുണ്ട് ഇതിൻ്റെ ആ ഒരു അപ്പിയറൻസിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഫ്രം വിലൻ, അതാണ് വിലൻ ഊത് എന്നുള്ളത്. സോ എനിവേസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.